ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിലുള്ള കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്ത് ഒരു 250-300 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്, അതിനകത്തുള്ളൊരു വില്ലയാണ്. ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്നുകൂടെ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിലെ ആലുവ പൂക്കാട്ടുപടി റൂട്ടിലുള്ള കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് കുഞ്ചാട്ടുകര എന്നാണ്. അവിടെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിനോട് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഒരു 10-20ഓളം വില്ലകൾ വരുന്നൊരു പ്രൊജക്റ്റ് ആണിത്. അതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ ഏകദേശം 8 വില്ലകളാണ് ഇവിടെ വരുന്നത്. അതിനകത്ത് ഫുള്ളി കംപ്ലീറ്റഡ് ആയി കിടക്കുന്ന ഒരു വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വെറും 7 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിലോ 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ NRIസിനൊക്കെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എയർപോർട്ടിലേക്കൊക്കെ വന്നു പോകാനായിട്ട് വളരെ ഈസിയാണ്. വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇൻഫോ പാർക്കിലുള്ളവർക്കാണെങ്കിലും അവർക്കും ഇവിടെ നിന്ന് പോകാൻ വളരെ ഈസിയാണ്. 13 കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും വെറും 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ പരിചയപ്പെടുന്ന വീടിന് നമുക്ക് ഏകദേശം ആ ഒരു എലിവേഷൻ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ മാത്രമല്ല, ഇതിന്റെ ഇന്റീരിയർ വർക്കുകളും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ല പ്രൊജക്ട് നിങ്ങൾക്ക് അടുത്തൊക്കെ നിറയെ വീടുകൾ കാണാം. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്. 1-2 വീടുകൾ മാത്രമാണ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. ഈ വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ടാർ റോഡ് നിങ്ങൾക്കിപ്പോൾ കാണാം. അതുപോലെ തന്നെ ഈ വീടിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. ടെക്സ്ചർ വർക്കുകളാണ് മതിലിൽ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ഒക്കെയാണ് വീടിനും മതിലിനും ഒക്കെ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലുള്ള വീടിന്റെ ആ ഒരു എലിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള പെയിന്റിങ്ങുകൾ വരുന്നുണ്ട്. അതിനകത്ത് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിന്റെ വിൻഡോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ കാണാം. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് UPVCയുടെ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ആ വീടിന്റെ ഒരു ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റൊരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ റോഡിനോട് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളെങ്കിൽ പോലും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഒരു എലിവേഷൻ നിങ്ങൾ കണ്ടു. നിറയെ LED ലൈറ്റുകൾ കൂടാതെ സ്പോട്ട് ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ ഒരു ഗേറ്റ് തുറന്നിട്ട് കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഗ്രാസിന്റെ വർക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കിണർ കാണാം. ഇവിടുത്തെ വെള്ളം നല്ല വാട്ടറാണ്. ഈ ഒരു പൂക്കാട്ടുപടി ആലുവ ഭാഗങ്ങളിലൊക്കെ നല്ല വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ ആണ്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കാണാം. അതിന് താഴെയായിട്ട് ഭംഗിയുള്ള ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ബേബി മെറ്റലാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിൽ ഒരു കടപ്പ സ്റ്റോൺസിന്റെ ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്കായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസിലേക്കാണ്. ഫ്ലോറിംഗ് വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുകൾ വശം മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. കിച്ചന്റെയും ഡൈനിങ് ഏരിയയുടെ ഒക്കെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഡൈനിങ്ങിന്റെ ആ ഒരു ഡോറാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് പുറത്ത് നമുക്കൊരു വാഷ് ബേസിൻ വിത്ത് മിററും കൂടെ കാണാവുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല നല്ല സ്പേഷ്യസ് ആണ്. 2-3 പേർക്കൊക്കെ നന്നായിട്ട് കടന്നു പോകാനുള്ള വിട്ടിട്ടിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ കറങ്ങി ഇപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരെ കയറി വന്നിട്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന വ്യൂ ഇതാണ്. ഇവിടെയും ഭംഗിയായിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ടും ഇവിടെ നല്ല സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു UPVCയുടെ വിൻഡോ നിങ്ങൾക്ക് കാണാം. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാർ പോർച്ച് നോക്കുവാണെങ്കിൽ കവേർഡ് ആയിട്ടൊരു പോർച്ചാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അതിനുള്ള ഫ്രെയിമുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കവറിംഗ് വർക്കുകളൊക്കെ നടന്നു വരികയാണ്. അപ്പൊ ഈ ഒരു കാർ പോർച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണേണ്ടത് ഇവിടുത്തെ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് പീച്ച് കളർ എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലൊരു ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിലും ടെക്സ്ചർ വർക്കിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഇതിന് ഇന്റീരിയർ ഒക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടാണ്. സാധാരണ
നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു യൂണിഫോം മോഡലിൽ നിന്നൊക്കെ മാറി കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്ത്യയുടെ വർക്കുകളൊക്കെ തന്നെ വരുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, സാധാരണ കാണുന്ന ഡോറുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഡോറ് വരുന്നത്. ഡോറിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഹൈറ്റും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം നല്ല ഹൈറ്റഡ് ആയിട്ടുള്ള ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിലാണ്. ഈ ഒരു കാണുന്ന ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ ഡോറ് ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വിൻഡോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഡോറുകൾ കുറെയൊക്കെ ടീക്കൂട്ട് ഉണ്ട്, കുറെയൊക്കെ മഹാഗണി ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഫ്ലോറിൽ നിന്ന് തുടങ്ങാം. ഇവിടുത്തെ ടൈല് നിങ്ങൾക്ക് കാണാം, ഒരു മാറ്റ് ഫിനിഷോട് കൂടി ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ജോൺസന്റെ ആണ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ V-ഗാർഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു ഫ്ലോറിലെ ഡിഫറൻസ് നമുക്ക് നോക്കാം. നേരെ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഫ്ലോറിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു വുഡൻ ഫിനിഷിംഗ് വരുന്ന ഒരു ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ടൈല് കാണാൻ പറ്റുന്നത്. വിൻഡോസ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ വന്നിട്ട് ഭംഗിയുള്ള വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ ഒരു വോള് നോക്കിയാലും കാണാം, വളരെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലും ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1500 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് എത്രയാണെന്നും റേറ്റ് എത്രയാണെന്നും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണുക. അതുപോലെ അത് കാണുന്നതിനൊപ്പം തന്നെ അതിനുള്ള അടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനും കൂടി എനിക്കായി അതും കൂടെ ഒന്ന് ചെയ്തു തരിക. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ സ്ഥിരമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ഒരു ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമാണ് വീഡിയോകൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഡൈനിങ് ഹാളിലാണ്. ഏകദേശം ഒരു 7 പേരെ വരെയൊക്കെ നമുക്ക് 7-8 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഹാൻഡ് റെയിൽസും ആ കാണുന്ന വുഡൻ വർക്കുകളെല്ലാം വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വുഡൻ ഫ്രെയിം ഇട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെയർ കേസുകൾക്ക് കാണാൻ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുമാണ്. ഒരു നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകും വീടുകൾ, അങ്ങനെയുള്ള സ്റ്റെയർ കേസ് ഉള്ള വീടുകൾ. അപ്പൊ ഇതിന് താഴെയുള്ള ഭാഗത്തും കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഒന്നും അവർ കവർ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇടുന്നതാണ് എൻ്റെ ഒരു ഭംഗിയെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് ഭംഗിയായിട്ടാണ് വാഷ് ഏരിയക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അതിന്റെ ബാക്കിൽ നമുക്ക് ഇനി ഒരു ലൈറ്റ് ഫിറ്റിംഗും മിററും കൂടെ വരാനുണ്ട്. താഴെയാണെങ്കിലും ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഡോറാണ്. ഇതുപോലെ ഒരു ഫ്രെയിം കൊടുത്തിട്ട് സ്ലൈഡിംഗ് ഡോർ. ഇന്റീരിയറിൽ വരുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് സ്ട്രോങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഏരിയ ഓൾറെഡി കവർ ചെയ്ത് പോയതാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് ഈ വീട് അട്രാക്റ്റീവ് ആക്കി എടുക്കാവുന്നതാണ്. നല്ല ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഇതിനകത്ത് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് ഈ ഒരു വീട്ടിൽ ഉള്ളത്. ഇപ്പൊ കിച്ചൺ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം, ഒരു ഗ്രേ ഷെയ്ഡും ഇടയ്ക്കൊക്കെ ചില വുഡൻ ഫിനിഷിംഗ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെയിം ടൈല് തന്നെയാണ് ഇതിന്റെ താഴെ കൂടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. സൈഡിലായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം അടുപ്പിച്ച് 2 വിൻഡോസ് ആയിട്ട് സിംഗിൾ വിൻഡോസും ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ താഴെ ആ കബോർഡുകളുടെ താഴെയും ഏറ്റവും താഴെയുള്ള കബോർഡുകളുടെ അടിയിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു മെയിൻ ഡോർ അവിടെ കാണാം. അത് തുറന്നാലും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു സൈഡിലൂടെയൊക്കെ ജസ്റ്റ് പാസ് ചെയ്ത് പോയ ആ ഒരു ഏരിയ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നതിന് ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഒരു ബെഡ്റൂം താഴെയാണ് വരുന്നത്. ഈ ഡോറുകളുടെ പെയിന്റിങ്ങിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. ഡോറിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്.
ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റിന് നോക്കിയാൽ കാണാം നിറയെ ഭംഗിയുള്ള വിൻഡോസ് ഒക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഇൻറ്റു 11 ഫീറ്റ് ആണ്. 12 ഇൻറ്റു 11 അടിയായിട്ടാണ് ഇതിന്റെ ഒരു അളവ് ബെഡ്റൂമിന്റെ വരുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് ആ ഒരു ഭംഗിയുള്ള വാർഡ്രോബ് കാണാം. അതുകൂടാതെ മുകളിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വാർഡ്രോബ് ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കണ്ടോളൂ. ഭംഗിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡിലാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു സെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു നമുക്കിനി പോകേണ്ടത് മുകളിലേക്കാണ്. മുകളിലേക്ക് പോകേണ്ട സ്റ്റെയർ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന വർക്കുകളെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് ഓപ്പണിംഗ് അല്ല, ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് ആ ഒരു ഭാഗത്തോട് നല്ല രീതിയിൽ സൺലൈറ്റും വെളിച്ചവും ഒക്കെ കയറാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള ഒരു വലിയ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാനും ഇതിൽ സേഫ് ആയിട്ട് ലോക്ക് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങണമെങ്കിൽ പോലും അതിനുള്ള ഫെസിലിറ്റി കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്നതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലത്തെ ഹാളിലാണ് വന്ന് നിൽക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇവിടേക്കായിട്ട് സ്പോട്ട് ലൈറ്റുകളും വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു വോളിലായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള ആ ഒരു കേബിളുകളൊക്കെ വെക്കാനുള്ള ആ ഒരു ഹോൾസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഇഷ്ടത്തിനൊരു TV കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. TV ബോക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹാളിലേക്ക് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ വീട്ടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വിൻഡോസ് ആണ് ആദ്യം വിസിബിൾ ആയിട്ടുള്ളത്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഇൻറ്റു 13 ഫീറ്റ് ആണ് വരുന്നത്. 12 ഇൻറ്റു 13 അടിയിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു വിൻഡോ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ പ്രത്യേകത കാണാം. ഈ ഒരു വലിയ വിൻഡോ ആണ്. വിൻഡോയുടെ താഴെയുള്ള ആ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതുപോലെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുഷൻ ഒക്കെ ഇട്ടോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് കംഫർട്ടാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ നേരത്തെ കണ്ട വിൻഡോയ്ക്കും അതെ ഇവിടെയും അതെ നല്ല രീതിയിൽ മോസ്കിറ്റോ നെറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാവുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് മോസ്കിറ്റോ നെറ്റ് ഒക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തും വേറെ 2 വിൻഡോസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മെയിൻ വാർഡ്രോബ് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ആഷ് കളർ, ഒരു സിൽവർ കളർ ഒക്കെയാണ് ഇവിടുത്തെ ടൈലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ഏരിയ സെപ്പറേറ്റ്, ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല ആ ഒരു വെറ്റ് ഏരിയ വന്നിട്ട് ഒരു പോർഷൻ നമുക്കൊരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലും കൂടിയാണ് ആ ഒരു സ്പേസ് അവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരെ കയറി വന്നതിന് ശേഷം ഇവിടെ ആദ്യത്തെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. സ്റ്റെപ്പ് നമ്മൾ കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അവിടെ ആയിട്ടാണ് നമ്മളൊരു ബെഡ്റൂം കണ്ടത്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 9 ഇൻറ്റു 14 ഫീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 9 ഇൻറ്റു 14 ഫീറ്റ് അളവിൽ, അടി അളവിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളുടെയും റൂഫ് നോക്കുവാണെങ്കിൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെയിം ഡിസൈനിലുള്ള വാർഡ്രോബ് വിത്ത് ഒരു ടേബിൾ ഫെസിലിറ്റി കൂടി അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ വിൻഡോസ് നോക്കിയാൽ കാണാം ഈ ഭാഗത്തും ഇവിടെ ആയിട്ടാണ് സിംഗിൾ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന മോഡൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്തൂടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തേക്ക് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് തന്നെയാണ് അവിടെയും അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം കളർ ടൈല് തന്നെയാണ് ഇവിടെയെല്ലാം കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണാനുള്ളത് യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയും കൂടിയിട്ടാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നിങ്ങൾക്കറിയാം ആ ഒരു ഭാഗത്തിലെ 2 ഡോറുകളും കൂടിയാണ് നമുക്കിനി ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ 2 ഡോറുകൾ, ഈ ഒരു ഭാഗത്ത് ബാൽക്കണിയും ഇവിടെ യൂട്ടിലിറ്റി സ്പേസുമാണ്. ബാൽക്കണിയിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം അത്യാവശ്യത്തിനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും അകത്ത് ടഫിന്റെ ഗ്ലാസ് വിട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നിറയെ വില്ലകളുണ്ട്. കുറച്ച് വില്ലകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ ആളുകൾ താമസമായതാണ്.
ഈ കാണുന്ന ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. കുറച്ച് വർക്ക് കഴിഞ്ഞതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും കൊണ്ടുപോയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ഫ്ലോർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ടെറസ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, ഓപ്പൺ ആയിട്ട് തന്നെയാണ് ടെറസ് കിടക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ആലുവ പൂക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്താണ്. മെയിൻ റോഡ് നോക്കുവാണെങ്കിൽ നമുക്ക് വെറും 300 മീറ്റർ മാത്രമാണ് മെയിൻ റോഡിലേക്കുള്ള ആ ഡിസ്റ്റൻസ് വരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. ആലുവ റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്കുവാണെങ്കിൽ 7 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത്. പല വീടുകളും നമുക്ക് കയറുമ്പോൾ ഒരു ഫീൽ തോന്നാറുണ്ട്, നമ്മൾ എല്ലായിടത്തും കാണുന്ന വീടുകളുടെ സെയിം മോഡലാണല്ലോ, അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കൂടിയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ലാൻഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 3.4 സെന്റ് 3,400 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1,500 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 1,500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി വരുന്ന ഭാഗങ്ങളും ടീക്കൂഡിലും മഹാഗണിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ വന്നിട്ട് UPVC-യിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വീടാണിത്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. 68 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഈ വീടിന് ഓണർ തരുന്ന പ്രൈസിന്റെ ഒരു കുറവും മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ടും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഈ വീട് സ്വന്തമാക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ 2 ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത മനോഹരമായ ഒരു വീടിന് വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.